Good morning. Okay. തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ സൗമ്യ, വെരി വെരി ഗുഡ് മോർണിംഗ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കീർത്തന സനിലാണ്. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ പേഷ്യന്റ് കൗൺസിലർ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 5 പേരുടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് 5 പ്രൊഫഷണൽസിന്റെയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ ആരായിരുന്നു ഔട്ട് പേഷ്യന്റ്. ഓക്കെ ആൽവിൻ, ഗുഡ് മോർണിംഗ്. അതായത് എന്തൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ എന്തായിരുന്നു? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, പിന്നെ മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, പേഷ്യന്റ് കൗൺസിലർ. ഇത്രയും പേരുടെ ആയിരുന്നു നമുക്കതിന് ആ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ അവരുടെ 5 പേരുടെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പേഷ്യന്റ് കൗൺസിലർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, സനില മാത്രമാണല്ലോ ഓക്കെ പറയുന്നത്. ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണത് നോക്കാം. ഇത് നമ്മൾ വായിച്ചില്ലേ? ഈ 7 പോയിന്റ് പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ വായിച്ചു നിർത്തി. ഓക്കെ, ഇനി നമുക്ക് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഓക്കെ, ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ ദ നോൺ ക്ലിനിക്കൽ ജോബ്സ്. നമ്മളിപ്പോ പഠിച്ചത് ഈ 5 പേരും അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ് ആണ് അല്ലെ. ക്ലിനിക്കൽ ജോബ് അല്ല, നോൺ ക്ലിനിക്കൽ ജോബുകളാണ് ഈ പറഞ്ഞതൊക്കെ അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോബുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങളും ഈ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണലുകളായിട്ട് മാറേണ്ട ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഈ സ്കില്ലുകൾ ഉണ്ട്. എന്ത് ചെയ്താൽ മതി? ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽസ് നീഡ് എ റേഞ്ച് ഓഫ് സ്കിൽസ് to effectively do their roles. Some key skills for non-clinical staff in hospital consist of. അതായത് നമുക്കറിയാം അല്ലെ, ഇത്തരം റോളുകൾ ചെയ്യണമെങ്കിൽ ശരിക്കും ക്ലിനിക്കൽ സ്റ്റാഫുകളെക്കാളും കൂടുതൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കാണ് ഇങ്ങനെയുള്ള സ്കില്ലുകൾ ആവശ്യമായിട്ട് വരുന്നത്. കാര്യം അവരാണ് കൂടുതലും രോഗികളായിട്ട് ഫസ്റ്റ് ഇന്ററാക്ഷൻ വരുന്ന ആളുകൾ. ആരാണ്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്. ശരിയല്ലേ? നമ്മൾ ഒരാള് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഡോക്ടറെ കാണുന്നതിനേക്കാളും മുമ്പ് രജിസ്റ്റർ ഒക്കെ ചെയ്യില്ല. രജിസ്റ്റർ ചെയ്യും, എൻക്വയറിയിൽ പോയി അന്വേഷിക്കും, ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് വരുന്നത് ആരായിട്ടാണ്? ഇത്തരത്തിലുള്ള അതിന്റെ റിസപ്ഷനിസ്റ്റ്. ഇവരൊക്കെ എന്താണ്? നോൺ ക്ലിനിക്കൽ ജോബുകൾ ചെയ്യുന്ന ആളുകളാണ്. ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ആളുകളാണ്, പ്രൊഫഷണൽസുകളാണ്. അപ്പൊ എന്തൊക്കെ സ്കില്ലുകളാണ് അവർക്ക് വേണ്ടത്? 10 പോയിന്റുകളുള്ള 10 പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. 10 പോയിന്റുകൾ ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, രണ്ടാമത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ്, മൂന്നാമത്തത് ഓർഗനൈസേഷണൽ സ്കിൽസ്, നാലാമത്തത് ടെക്നോളജി സ്കിൽസ്, 5 പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, 6 കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, 7 ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, 8 അഡാപ്റ്റബിലിറ്റി, 9 എംപതി ആൻഡ് കമ്പാഷൻ, 10 കൾച്ചറൽ കോമ്പിറ്റൻസ്. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താ നോക്കുക. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കൊരു ആശയവിനിമയ എന്താ പറയാ കഴിവുണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള അറിവ് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണം അല്ലെ. നല്ല രീതിയിൽ ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ററാക്ട് ചെയ്യണം അല്ലെ. നല്ല രീതിയിൽ സംസാരിക്കണം, പെരുമാറണം. അതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനകത്ത് വരുന്നതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് to effectively interact with the patients, visitors and other staff members.
ഇപ്പൊ പേഷ്യൻസ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ആയിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന് എന്താവശ്യമാണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ആവശ്യമാണ്. ഓക്കെ, ദേ ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് എംപതാറ്റിക്കലി ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്. അല്ലെ, അവരെന്ത് ചെയ്യണം? വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വളരെ വ്യക്തമായിട്ട് നമ്മളൊരു കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് എന്താണ് എപ്പോഴും വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും സംസാരിക്കുക. അല്ലെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് എംപതാറ്റിക്കലി, വളരെ എന്താ പറയാ നല്ല രീതിയിൽ. എംപതറ്റിക് എന്ന് വെച്ചാൽ വളരെ സഹാനുഭൂതിയോടും ഒത്തിരി പാവമായിട്ടല്ല, എന്നാൽ ഭയങ്കര സാമർത്ഥ്യത്തിലല്ല, അതേ രീതിയിൽ നല്ല രീതിയിൽ വേണം അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്, സംസാരിക്കുകയാണെങ്കിലും നമ്മൾ എഴുതുകയാണെങ്കിലും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് എന്തിന് അത്യാവശ്യമാണ്? ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് അത്യാവശ്യമാണ്. പല ആളുകളാണ്, പല തരത്തിൽപ്പെട്ട ആളുകളെയാണ് നമുക്ക് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ പല എന്താ പറയാ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവിടെ ആവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അറിയാലോ നിങ്ങൾക്കത്. രണ്ടാമത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ് ആണ്. കസ്റ്റമർ സർവീസ് സ്കില്ല് അല്ലെ, അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ്? പേഷ്യൻസ് ഉണ്ട്, മറ്റ് വിസിറ്റേഴ്സ്, അവരുടെ ക്ലയൻസ് ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് നല്ല സേവനങ്ങൾ കൊടുക്കുന്നതിനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കും. അതും ഒരു സ്കില്ല് തന്നെയാണ്. നല്ല രീതിയിൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതും അതും ഒരു സ്കില്ല് തന്നെയാണ് അല്ലെ. നോക്കാം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ആക്ട് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അത് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഡാഷ് ആക്ട് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടേഴ്സ് നഴ്സുമായിട്ട് ആദ്യം കോൺടാക്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഫസ്റ്റ് കോൺടാക്ട് വരുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുമായിട്ടാണ് അല്ലെ. അതുകൊണ്ട് തന്നെ they should maintain excellent customer service skills. അപ്പൊ അവര് നല്ലൊരു എന്താ പറയാ കസ്റ്റമർ സർവീസ് സ്കിൽസുകൾ അവർക്ക് ഉണ്ടായിരിക്കണം. കസ്റ്റമർ സർവീസ് സ്കിൽസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? നോക്കിയേ, വിച്ച് ഇൻക്ലൂഡ് എബിലിറ്റി ടു ബി കാം ആൻഡ് കമ്പോസ്ഡ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. കണ്ടോ, എന്താണ് എബിലിറ്റി ടു ബി കാം ആൻഡ് കമ്പോസ്ഡ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വളരെ ടെൻസ്ഡ് ആയിട്ട് പെരുമാറാതെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങള് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അതിനെ ഹാൻഡിൽ ചെയ്യണം. അതിനുള്ളൊരു എബിലിറ്റി ഉണ്ട്. ചിലർക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് ടെൻസ്ഡ് ആവും അല്ലെ. എന്ത് ചെയ്യണം ഏത് ചെയ്യണം, നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ നമുക്ക് ഒരു കാര്യങ്ങൾ ചിലപ്പോൾ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഞാനിങ്ങനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനുള്ളൊരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെന്താണ്? ഹാൻഡിൽ ഇൻക്വയറീസ് ആൻഡ് കംപ്ലൈൻസ്. അതുപോലെ നമുക്ക് വരുന്ന പരാതികള്, അന്വേഷണങ്ങൾ, അതൊക്കെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്. വരുന്ന ആളുകൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, അവരെ ഗ്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് അവർക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്തിന്, ഏത് സ്കില്ലിനകത്ത് വരുന്നതാണ്? കസ്റ്റമർ സർവീസ് സ്കില്ലിനകത്ത് വരികയാണ് അല്ലെ. എന്തൊക്കെയാണ് സ്കില്ലുകൾ? ഒന്ന്, എബിലിറ്റി ടു ബി കാം ആൻഡ് ക്വൈറ്റ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അതുപോലെ ഹാൻഡിൽ ദ ഇൻക്വയറീസ് ആൻഡ് കംപ്ലൈൻസ് ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്. ഓക്കെ, അതാണ് കസ്റ്റമർ സർവീസ് സ്കിൽസിനകത്ത് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഓർഗനൈസേഷണൽ സ്കിൽസ് ആണ്. അതാണ് ഓർഗനൈസേഷണൽ സ്കിൽസ്. ഒരു സംഘാടന മികവ് ഉണ്ടായിരിക്കണം അല്ലെ. അതൊരു പ്രത്യേക ടാലന്റ് തന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മളൊരു പരിപാടി അവതരിപ്പിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടി അത് കൊള്ളായി പോകും അല്ലെ. അപ്പൊ ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതൊരു സ്കില്ല് തന്നെയാണ്. നമുക്ക് കാര്യങ്ങളെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? അതിനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ നോക്കാം. ഹോസ്പിറ്റൽസ് ആർ ദ ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ്സ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അല്ലെ, നിങ്ങൾക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഒത്തിരിയേറെ പ്രവർത്തനങ്ങള്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് എ സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽസ് to manage their workload, prioritize tasks and meet the deadlines. അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് അവർക്ക് എന്ത് ചെയ്യാനുള്ള ഓർഗനൈസേഷണൽ സ്കിൽ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണത്?
ടു മാനേജ് ദയർ വർക്ക് ലോഡ് അല്ലെ, അവരുടെ ജോലി ഭാരം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം അവർക്ക്. അതുപോലെ പ്രയോറിറ്റൈസ്ഡ് ടാസ്ക്, അവർക്ക് വരുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസുകൾ ടാസ്കുകൾ അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കണം, മുൻഗണനാ ക്രമത്തിൽ ചെയ്യണം അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വരും, ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരും, ക്ലറിക്കൽ ടാസ്കുകൾ അത് ധാരാളം അവർക്ക് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ ഒരുപാടെണ്ണം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഏറ്റവും പ്രയോറിറ്റി അനുസരിച്ച് നമ്മളോട് ചെയ്യണം അല്ലെ, മുൻഗണനാ ക്രമത്തിൽ വേണം ചെയ്യാനായിട്ട്. ആ രീതിയിൽ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ എന്ത് ചെയ്യണം, ജോലി ഭാരം ലഘൂകരിക്കണം അല്ലെ. ജോലി ഭാരം ലഘൂകരിക്കുകയല്ല, ജോലി വർക്ക് ലോഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അത് ആദ്യം ചെയ്തു വെക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് മീറ്റ് ദ ഡെഡ് ലൈൻസ്. മീറ്റ് ഡെഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ സമയപരിധിക്കുള്ളിൽ ചെയ്യണം അല്ലെ. നമ്മൾ തോന്നിയ സമയത്ത് ചെയ്ത് തീർത്തിട്ട് കാര്യമില്ല, എല്ലാത്തിനും ഒരു ഡെഡ് ലൈൻ ഉണ്ട്, സമയപരിധി ഉണ്ട് അല്ലെ. ആ ഒരു സമയപരിധിക്കുള്ളിൽ കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രയോറിറ്റി അനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് എന്താണ് നമ്മുടെ ഈ പറയുന്ന വർക്ക് ലോഡിനെ ക്രമീകരിക്കുക, മാനേജ് ചെയ്യാന്നുള്ളത് എന്തിന്റെ ഭാഗമാണ്, ഒരു നോൺ ക്ലിനിക്കൽ ജോബിന്റെ വേണ്ട ഒരു സ്കില്ലാണ്. അതാണ് അവിടെ ഓർഗനൈസേഷണൽ സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലാവില്ല കാര്യങ്ങൾ? അത് ക്ലിപ്പാണ് കേട്ടോ. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അടുത്തത് എന്താണ്, ടെക്നോളജി സ്കില്ല് അല്ലെ. ടെക്നോളജി സ്കില്ല് വേണം അല്ലെ, സാങ്കേതികമായിട്ടുള്ള കഴിവുകൾ വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് അല്ലെ. ടെക്നോളജി സ്കില്ല് എന്തായാലും നിർബന്ധമായിട്ടും എല്ലാവർക്കും ഉണ്ടായിരിക്കണം അല്ലെ. ഓക്കെ, എല്ലാ ഫീൽഡിലും ഇന്നിപ്പോ നമുക്കറിയാം കമ്പ്യൂട്ടറുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം തന്നെ ടെക്നോളജി സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. നോക്കാം, proficiency in using the different computer applications, electronic health record systems, and other healthcare technology is vital for the non-clinical staff. ശരിയാണ് അല്ലെ. അതായത് നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കാനും അതുപോലെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസ്, നിങ്ങളെ HIS പഠിക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ്. ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനും ഡോക്ടർക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യാനും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും അതുപോലെ പേയ്മെന്റ് അടയ്ക്കാനും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, സോഫ്റ്റ്വെയർ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയായിട്ടാണ് ഇന്നിപ്പോ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും അത്രയും ഭംഗിയായിട്ട് നടക്കുന്നത്, സ്മൂത്ത് ആയിട്ട് നടക്കുന്നത് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, പണ്ടത്തെ പോലെ ഫയലിൽ എഴുതി സൂക്ഷിക്കുന്ന കാലഘട്ടമൊക്കെ മാറി അല്ലെ. ഇന്നിപ്പോ എല്ലാം എന്താണ്, സിസ്റ്റത്തിൽ തന്നെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസും മറ്റ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ടെക്നോളജീസും എന്താണ്, കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്രൊഫിഷ്യൻസി, പ്രാവീണ്യം, കഴിവ് ആർക്കുണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, they should be comfortable with the technology and willing to learn new systems as required. അത് മാത്രമല്ല, പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ, അതുമായിട്ട് അവർ കംഫർട്ടബിൾ ആണ് അല്ലെ. അതായത് പുതിയ ടെക്നോളജി വരുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാനും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും അതിനുള്ളൊരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ടായിരിക്കണം അല്ലെ. അതാണ് പറയുന്നത്, വില്ലിംഗ് ടു ലേൺ ന്യൂ സിസ്റ്റംസ് ആസ് റിക്വയർഡ്. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതിനുള്ള ഒരു എന്താ പറയാ മനോഭാവം ആർക്കുണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം അല്ലെ. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ പഴയതിന് മാത്രം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെയും കൂടെ പഠിച്ച് മനസ്സിലാക്കി അതും കൂടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊഫിഷ്യൻസി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനെല്ലാത്തിനും ഉപരി നമുക്കത് പഠിക്കാനുള്ളൊരു വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതൊക്കെ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ട എന്താ പറയാ സ്കില്ലുകളാണ്. അപ്ഡേറ്റ് ആവണം, അതല്ലേ ടെക്നോളജി സ്കിൽ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അല്ലെ. പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു സ്കില്ലും ഉണ്ടായിരിക്കണം അല്ലെ. അതും സ്കില്ലാണ്. Non-clinical staff that may face the various challenges and problems while executing their duties. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ചാലഞ്ചസുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതുകൊണ്ട് തന്നെ the ability to think critically, evaluate the situations and find the adequate solutions is valuable in ensuring smooth operations and addressing issues promptly. അപ്പോ അവർക്ക് എന്തൊക്കെ കഴിവുകൾ വേണം, എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി അല്ലെ. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള ഒരു
വിപരീതം വിമർശനാത്മകമായിട്ട് ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുമ്പോ അതിനൊരു നല്ല വശം ഉണ്ടായിരിക്കും, ഒരു മറുവശം ഉണ്ടാവും, ഒരു മോശം വശങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. എല്ലാ സൈഡുകളും നമ്മൾ ഒരുപോലെ പരിഗണിക്കണം. നല്ല വശം മാത്രമല്ല, അതിന് വേറൊരു സൈഡ് ഉണ്ട്, ഒരു മോശം സൈഡ് ഉണ്ടെങ്കിൽ അതും നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അതിന് ക്രിട്ടിക്കലായിട്ട് നമ്മൾ വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ അതിനനുസരിച്ച് ഇവാലുവേറ്റ് ദ സിറ്റുവേഷൻസ്, ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ നമ്മൾ വിലയിരുത്തണം അല്ലെ. എന്നിട്ടോ ഫൈൻഡ് ആഡിക്വേറ്റ് സൊല്യൂഷൻസ് അല്ലെ, അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അതിനെ കണ്ടെത്തണം. ഇതെല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിന് ഒരു സ്മൂത്ത് ഓപ്പറേഷൻസിനും അതുപോലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതിനും ആവശ്യമായിരിക്കുന്ന എന്താണ് വേണ്ട സ്കില്ലുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കാൻ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ പോയിന്റ് ഇതാണ്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് അല്ലെ. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യതയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. എത്തിക്സ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആ ഒരു പ്രൊഫഷൻ അതിൻ്റെതായ എത്തിക്സ് ഉണ്ട് അല്ലെ, അത് വിട്ടു പെരുമാറാനും പാടില്ല. പിന്നെ മാത്രമല്ല, രോഗികളുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ് അല്ലെ, രോഗികളുടെ അവകാശമാണത്. അപ്പൊ നോക്കുക, അത് തന്നെ ഡാറ്റയൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ഹാവ് എൻട്രി ടു ദ സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് നെസസറി ഫോർ ദം to understand and stick to confidentiality and ethical standards, keeping the patient privacy and protecting the confidential data. അതായത് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കാണ് കൂടുതലും പേഷ്യന്റിന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആരുടെ കൈകളിലൂടെയാണ് കൂടുതലും പാസ് ചെയ്തു പോകുന്നത്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ കൈകളിലൂടെയാണ് അല്ലെ. ഡോക്ടർമാരുടെ നഴ്സിന്റെക്കാളും കൂടുതൽ ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആളുകളുടെ കൈകളിലൂടെയാണ് കൂടുതലും പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യപ്പെടുന്നത് അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സുകളാണെങ്കിലും അവരുടെ ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുന്നതും കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളായിരിക്കും അല്ലെ. ഡോക്ടർ നഴ്സ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് മാത്രം അവർ ചെയ്യുന്നത്. അതേസമയം ബാക്കി എല്ലാ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ഡാറ്റ ആയിക്കോട്ടെ അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്, ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് നെസസറി ടു ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, കീപ്പിംഗ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിംഗ് കോൺഫിഡൻഷ്യൽ ഡാറ്റ. അപ്പൊ അവരുടെ വിവരങ്ങള് ആ ഒരു പേഷ്യന്റിന്റെ പ്രൈവസി അല്ലെ കൃത്യമായിട്ട് പറയുന്നത് എല്ലാവിധ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുകളും കോൺഫിഡൻഷ്യാലിറ്റിയും പാലിച്ചുകൊണ്ട് രോഗിയുടെ വിവരങ്ങൾ ഏറ്റവും സുരക്ഷിതമാക്കി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്നല്ലേ? രോഗികളുടെ വിവരങ്ങൾ പലതും നമുക്ക് അറിയുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ അറിയുന്നുണ്ട്. അത് ആളുകളോട് കൂടെ പറഞ്ഞു നടക്കാൻ പാടുണ്ടോ? ഇല്ല, അതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ വെക്കുന്ന പേഷ്യന്റിന്റെ പ്രൈവസിയിൽ എപ്പോഴും അവിടെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് ഏഴാമത്തെ പോയിന്റ് ഇതാണ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. എന്താണ് ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ? അതായത് നമ്മൾ ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം നോൺ ക്ലിനിക്കൽ ജോബ് എന്ന് പറയുമ്പോൾ അവിടെ ഓരോരുത്തർ വ്യക്തിഗതമായിട്ട് വർക്ക് ചെയ്യുന്നത്, വ്യക്തിഗതമായിട്ടല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ. അപ്പൊ നല്ലൊരു കോർഡിനേഷൻ അവിടെ ആവശ്യമായിട്ട് വരും അല്ലെ. ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? നല്ലൊരു ടീം വർക്ക് ആയിട്ട് വേണം അവർ പ്രവർത്തിക്കാനായിട്ട് അല്ലെ. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് വേണം അവർ പ്രവർത്തിക്കാനായിട്ട് അല്ലെ. അപ്പൊ ആ ഒരു സ്കില്ലും കൂടെ ഉണ്ടായിരിക്കും. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ചില ആളുകള് അവരെപ്പോഴും ഐസോലേറ്റ് ചെയ്ത് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ അല്ലെ. എന്ന് വെച്ചാൽ മറ്റൊരു എന്താ പറയാ ഒരു കോപ്പറേഷൻ അവർക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അധികം ഇൻട്രോവേർട്ടുകളായിട്ടുള്ള ആളുകളൊക്കെ അപ്പൊ അവര് അവരിൽ നിന്ന് മാറിയത് ഇൻട്രോവേർട്ട് ആയിട്ട് ഒരു ഐസോലേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകൾ. അങ്ങനെയല്ല, അങ്ങനെ ഒരു നമ്മൾ ഇപ്പോഴും ഒരു ടീം വർക്ക് ആയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു സ്കിൽ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ടീം വർക്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പലതരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളായിരിക്കും. എല്ലാവരുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കാനും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
Hospitals are the interdisciplinary settings that need the collaboration among the various departments and staff members. അറിയാലോ, അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒരുപാട് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ അവർക്കിടയിൽ ഇപ്പോഴും എന്തുണ്ടായിരിക്കണം, ഒരു കൊളാബറേഷൻ ഉണ്ടായിരിക്കണം അല്ലെ, ആ രീതിയിൽ വേണം പ്രവർത്തിക്കാനായിട്ട്. അപ്പോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ to work in an effective manner as a part of a team, communicate and coordinate with the colleagues and donate a positive work environment. അതുകൊണ്ട് തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഹോസ്പിറ്റൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സ്റ്റാഫ് മെമ്പേഴ്സിന് ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അതുകൊണ്ട് തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ ഒരു ടീമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കൊളീഗ്സ്, മറ്റുള്ള കൊളീഗ്സ് ആയിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. ആ രീതിയിൽ ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്, ഹോസ്പിറ്റലിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്താണ് ആ ഒരു സ്കില്ല്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 8ാമത്തെ പോയിന്റ് എന്താണ്, അഡാപ്റ്റബിലിറ്റി ആണ് അല്ലെ, പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് അല്ലെ, പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ്. എന്താണ് ഉദ്ദേശിക്കുന്നത്, health care industry is continually evolving and non-clinical staff should be adjustable to the changes in procedures, policies and technology. നമ്മൾ നേരത്തെ ടെക്നോളജി സ്കില്ലിന്റെ ഭാഗമായിട്ട് പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ദിനം പ്രതി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നു, പുതിയ ട്രീറ്റ്മെന്റുകൾ, പുതിയ തരം മെഡിസിൻസുകൾ എല്ലാം വരുന്നുണ്ട് അല്ലെ. ഡെയിലി എന്നോണം നമ്മുടെ എന്താ പറയാ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെ. പുതിയ അസുഖങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നു, പുതിയ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കുന്നു, റിസർച്ചും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടുത്തെ പ്രൊസീജിയറുകൾ, പോളിസി എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ ആവണമെന്നില്ല, സ്ഥിരമായിരിക്കണമെന്നില്ല, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ പോളിസികള്, ടെക്നോളജി, അതൊക്കെ അതിനോടൊപ്പം പൊരുത്തപ്പെട്ടു പോകാനായിട്ട്, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ടു പോകുന്നതിനുള്ളൊരു അഡാപ്റ്റബിലിറ്റി സ്കിൽ ആർക്കുണ്ടായിരിക്കണം, നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കും. ഞങ്ങൾ പഴയ രീതിയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, ആ രീതിയിലാവരുത്. പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾക്ക് ഒത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പുതിയ പോളിസികൾ, പ്രൊസീജിയറുകൾ, പുതിയ പുതിയ ടെക്നോളജിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് പോകാനുള്ള സ്കില്ല്, അതാണ് അഡാപ്റ്റബിലിറ്റി സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. They should be open to learning new skills and approaches to remain updated in their roles. അതെ, പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കണം. അതുപോലെ അവരുടെ റോളുകളിൽ അവർ എപ്പോഴും എന്തായിരിക്കണം, അപ്ഡേറ്റ് ആയിരിക്കണം അല്ലെ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവരുടെ നോളജ്, അവരുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ ടെക്നോളജിയെ പറ്റിയൊക്കെ അവരെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ അഡാപ്റ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 9ാമത്തെ പോയിന്റ് എന്താണ്, എംപതി ആൻഡ് കമ്പാഷൻ അല്ലെ, വളരെ സഹാനുഭൂതിയോടുകൂടി അനുകമ്പയോടുകൂടി പ്രവർത്തിക്കുന്നതിനുള്ള കഴിവുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പേഷ്യന്റ് കൗൺസിലർ ഒക്കെ പഠിച്ചിരുന്നു അല്ലെ, അവർക്കൊക്കെ നിർബന്ധമായിട്ടും, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും വേണം, അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എംപതി ആൻഡ് കമ്പാഷൻ അല്ലെ. Although non-clinical staff may not give the direct medical care, they often interact with the patients who may be difficulty or facing challenging situations. അല്ലെ, നമുക്കറിയാം ഇപ്പൊ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഇത്തരം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ അവരൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ല കൊടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്ന സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോ അവര് കൂടുതലും ഇന്ററാക്ട് ചെയ്യുന്നത് ആരുമായിട്ടായിരിക്കും, ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുമായിട്ടായിരിക്കും അവർ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുക അല്ലെ. എന്നുവെച്ചാൽ ഡോക്ടർ, നഴ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ അവരവർ കാണുള്ളൂ, പേഷ്യൻസ് കാണുന്നുള്ളൂ. അതുകൊണ്ട് അവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ തുറന്ന് സംസാരിക്കുന്നതും അവരുടെ പ്രോബ്ലംസിനെ പറ്റിയിട്ടൊക്കെ അവർ ഷെയർ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളോടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കണം. ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, സിംപതി ആൻഡ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ദ പേഷ്യൻസ് റിക്വയർമെന്റ്സ് ആൻഡ് ഇമോഷൻസ് ഈസ് നെസസറി ഫോർ പ്രൊവൈഡിംഗ് എ സപ്പോർട്ടീവ് എൻവയോൺമെന്റ്.
അതുകൊണ്ട് തന്നെ അവരോട് വളരെ എംപതറ്റിക് ആയിട്ടും സിമ്പതറ്റിക് ആയിട്ടും പിന്നെ അവരുടെ ഇമോഷൻസ് അവരുടെ എന്താ പറയുക ഇമോഷൻസ് അവരുടെ റിക്വയർമെന്റ്സ് അവരുടെ നീഡ്സ് അതിനോടൊക്കെ കുറെ കൂടെ സെൻസിറ്റീവ് ആയിട്ട് എന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങളെയും അവരുടെ ഇമോഷൻസിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ആയിരിക്കണം പരിഗണിച്ചുകൊണ്ട് അവർക്കൊരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ പെരുമാറേണ്ടത്. അപ്പൊ അതിന് എന്ത് വേണം? വളരെ എംപതറ്റിക് ആയിട്ടും സിമ്പതറ്റിക് ആയിട്ടും പെരുമാറണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ സിമ്പതറ്റിക് ആയിട്ട് പെരുമാറുക മാത്രമല്ല എംപതറ്റിക് ആയിട്ടും കൂടെ നമ്മൾ പെരുമാറണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതേ നമ്മൾക്ക് പുറത്ത് നിന്നുകൊണ്ട് അവരോട് വളരെ ദയോടുകൂടി പെരുമാറാം, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യെങ്കിലും അവരവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ നമുക്കേ അറിയാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മളുടെ വേദന എന്നുള്ളത് നമുക്ക് ഒരു പക്ഷെ കുറെ ആളുകളോട് പറയാമെങ്കിലും ആ വേദനയുടെ തീവ്രത അറിയാവുന്നത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അറിയൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടേതാണ് ആ പ്രശ്നങ്ങൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കുറേയും കൂടെ അപ്പൊ നമ്മള് അവരോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ സിറ്റുവേഷന്റെ അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ എന്നും കൂടെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട് അല്ലെ. ഇപ്പൊ ചില ആളുകൾ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോ അവര് ചിലപ്പോ വിഷമത്തിന്റെ പേരില് ആരെങ്കിലോടും പറയുമ്പോൾ നമ്മളത് കേൾക്കാം, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്താൽ ശരിയാവും ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്ന് പറയുമെങ്കിൽ കൂടിയും ഒരുപക്ഷെ നമുക്ക് ആ സിറ്റുവേഷൻ വരുമ്പോഴാണ് അതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാവും. ആ രീതിയിലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പെരുമാറാനായിട്ട് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതാണ് എംപതറ്റിക് ആയിട്ടും സിമ്പതറ്റിക് ആയിട്ടും അവിടെ പെരുമാറണം. അവരുടെ ആവശ്യങ്ങള് അവരുടെ നീഡ്സുകള് അതിന്റെ ഇമോഷൻസ് അതിനൊക്കെ സെൻസിറ്റീവ് ആയിട്ട് തന്നെ അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പെരുമാറുന്നതിനുള്ള ഒരു സ്കില്ല് അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എംപതി ആൻഡ് കമ്പാഷൻ. അടുത്തതാണ് കൾച്ചറൽ കോമ്പീറ്റൻസ് കേട്ടോ. കൾച്ചറൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞ എന്താണ്? സാംസ്കാരിക പരമായിട്ടുള്ള ഒരു സ്കില്ല്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിൽപ്പെട്ട പല കൾച്ചറിൽപ്പെട്ട ആളുകളും അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടേതായ വിശ്വാസങ്ങള് അവരുടേതായ വാല്യൂസുകള് അതിനൊക്കെ എന്ത് കൊടുക്കണം? നമ്മള് കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കൾച്ചറൽ കോമ്പീറ്റൻസും കൂടെ ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. നോക്കാം, hospitals serve diverse patient populations with different cultural backgrounds. അല്ലെ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതൊരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ് അല്ലെ, ഹെൽത്ത് പബ്ലിക് സർവീസ് ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ പല ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നുള്ള ആളുകള് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഹോസ്പിറ്റലിൽ സേവനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് possess the cultural competence, understanding and respecting the various cultural practices, beliefs and values to give the inclusive and patient-centered care. അതായത് എപ്പോഴും ഒരു കൾച്ചറൽ കോമ്പറ്റൻസ് വരുന്ന ആളുകളുടെ അവരുടെ സംസ്കാരം അവരുടെ വിശ്വാസങ്ങള് അവരുടെ വാല്യൂസ് അതിനെയൊക്കെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് അതിനോട് എല്ലാത്തിനോട് റെസ്പെക്റ്റഡ് ആയിട്ട് വേണം എപ്പോഴും പെരുമാറാനായിട്ട്. ഓരോരുത്തർക്ക് അവരവരുടേതായ ചില വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചില എന്താ പറയാ ബിലീഫ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്ത് അവരോട് പെരുമാറാനുള്ളൊരു എന്താ പറയാ മനോഭാവം കൊണ്ട് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുക. എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യണം കേട്ടോ. അവരോട് വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് അവരോട് വളരെ നോബിൾ ആയിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് കേട്ടോ. ഇത്രയാണ് അതിനകത്ത് വരുന്ന സ്കില്ലുകൾ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ദീസ് ആർ ജസ്റ്റ് സം ഓഫ് ദ സ്കിൽസ് ദാറ്റ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽസ് ഷുഡ് പൊസസ് ടു കോൺട്രിബ്യൂട്ട് ടു ദ എഫിഷ്യന്റ് ഫംഗ്ഷനിങ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് പ്രൊവൈഡ് ദ എക്സലന്റ് സപ്പോർട്ട് ടു ദ പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. അപ്പൊ നമ്മൾ ഈ 10 എന്ന് പറഞ്ഞ 10 മാത്രമല്ല, നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളിൽ കുറച്ച് മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനിയും ഒരുപാട് സ്കില്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്തു പോകുന്നതിന് ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ആവശ്യമാണ്. അപ്പൊ ഏതൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെയായിരുന്നു? കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് അല്ലെ, കസ്റ്റമർ സർവീസ് സ്കിൽസ്, ഓർഗനൈസേഷണൽ സ്കിൽസ്, ടെക്നോളജി സ്കില്ല്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടായിരിക്കണം, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, അഡാപ്റ്റബിലിറ്റി, എംപതി ആൻഡ് കമ്പാഷൻ ആൻഡ് കൾച്ചറൽ കോമ്പറ്റൻസ്. ഇത്രയും സ്കില്ലുകൾ ഉണ്ടായിരിക്കണം.
അപ്പൊ നമ്മൾ ഈ സ്കില്ലുകൾ ഉണ്ടാക്കിനേക്കാൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും, നമ്മളത് ഡെവലപ്പ് ചെയ്യണം ജോലിയിലൊക്കെ കയറുന്ന സമയത്ത്. പിന്നെ നമ്മൾ ജോലിയിൽ കയറുമ്പോൾ ബൈ പ്രാക്ടീസിലൂടെ ബൈ എക്സ്പീരിയൻസിലൂടെ നമ്മൾ നേടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ് പറയുക അല്ലെ. എത്ര സ്കില്ലുകൾ നമ്മൾ തിയറിയിൽ പഠിച്ചാലും നമ്മളൊരു ജോലിയിൽ കയറുമ്പോഴാണ് അതില് അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ ആക്കിയിട്ട് നമ്മളെ മാറ്റുന്നത് അല്ലെ. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആണോ ഈ ചാപ്റ്റർ? അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ തന്നെ ആരായിരുന്നു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, പേഷ്യന്റ് കൗൺസിലർ. പിന്നെ ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് വേണ്ട ബേസിക് സ്കില്ലുകൾ ഇത്രയും മാത്രമേ ഉള്ളൂ ആ ചാപ്റ്ററിനകത്ത്. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോ പിന്നെ നിഷ മിസ്സിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ഭാഗം മിസ് എടുത്തു എന്ന് പറഞ്ഞു. മിസ്സിന് അവർ വരുന്നില്ല. മിസ്സിന്റെ അടുത്ത ആഴ്ചത്തെ അവർക്ക് മിക്കവാറും മിസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മിസ് എന്നോട് പറഞ്ഞു അതൊന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ബാക്കി ഭാഗങ്ങള് ഞാൻ എടുക്കാം കേട്ടോ. ഓക്കെ, മിസ് എന്നോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്, മിസ് എന്നോട് എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് അതിന്റെ ഭാഗങ്ങൾ നോക്കാം. എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് തീർന്നിട്ടുണ്ട്. അപ്പൊ ആ കുറച്ച് ഭാഗങ്ങളും കൂടെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 30th, അതെ ഈ മാസം 30-നുള്ളിൽ പോർഷൻസ് തീർക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഇൻഷുറൻസിന്റെ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. ഏതായാലും കുറച്ചും കൂടെ സമയം നമുക്ക് ഉണ്ടല്ലോ, അപ്പൊ അത് തുടങ്ങി വെക്കാം. ഇപ്പൊ ഇൻ കേസ് അടുത്ത ആഴ്ച തന്നെ അവരൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ആ ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഇന്ന് ചാപ്റ്റർ എടുക്കട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസിന്റെ തുടക്കം കുറെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. കുറെ ടേംസുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് അല്ലെ. ഇൻഷുർഡ് ആരാണ്, അതുപോലെ തന്നെ ഇൻഷുറർ ആരാണ്, പ്രീമിയം എന്താണ്, ഇങ്ങനെയുള്ള കുറെ ടേംസുകൾ ഉണ്ട്. അതുപോലെ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണ്, തേർഡ് പാർട്ടി ക്ലെയിം എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് അല്ലെ. പിന്നെന്തായിരുന്നു വേറെ കുറെ ഇൻഷുറൻസിനെ പറ്റിയിട്ട് വെയിറ്റിംഗ് പീരീഡ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മിസ് പറഞ്ഞത് ഇവിടെ വരെ പറഞ്ഞിട്ടുണ്ട്. ഇത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് തൊട്ടാണ് എടുക്കേണ്ടതെന്നാണ് മിസ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് തൊട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ ആ ടേംസുകൾ അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒരു തുടക്കം തൊട്ട് കുറെ ടേമുകളൊക്കെ നിങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, അതായത് നമ്മൾ ആ ഒരു സമയത്ത് ഉടനടി നമ്മൾ പോളിസി എടുത്ത ഉടനടി ചില പരിരക്ഷ കൊടുക്കില്ല, നമുക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കും ചില അസുഖങ്ങൾക്ക്. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് എന്ത് കിട്ടില്ല, അത്തരം അസുഖങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അവിടെ പഠിക്കാനുള്ളത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 ഇൻഷുറൻസ് സ്കീമുകൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 3 ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ്. ഒന്ന് വന്നിട്ട് ESI. ഓക്കെ, ESI നമ്മൾ ഒരു ഭാഗം നമ്മൾ എത്തിക്കലിൽ പറഞ്ഞിരുന്നു. ESI ആക്ട് 1948 അവിടെ നമ്മൾ പഠിച്ചിരുന്നു. അത് കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ESI ട്ടോ, ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പഠിക്കാനുണ്ട്. പിന്നെ വന്നിട്ട് CGHS കേട്ടോ. CGHS എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ വന്നിട്ട് RSBY, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഈ BPL ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അങ്ങനെ 3 ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയായിരുന്നു? ESI പഠിക്കാനുണ്ട്, പിന്നെ RSBY പഠിക്കാനുണ്ട്, CGHS പഠിക്കാനുണ്ട്.
പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനെ പറ്റിയിട്ടാണ് കേട്ടോ. TPA എന്ന് പറയും, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ തീരെയാണ്. അത്രയേ ഉള്ളൂ ഇനി പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാതെ അടുത്തത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ആ പേരിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അല്ലെ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഗവൺമെന്റ്, ഓക്കെ, നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ആളുകൾക്ക്, പ്രത്യേകിച്ച് സാധാരണ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വ്യാവസായിക തൊഴിലാളികളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു എന്താ പറയാ ഹെൽത്ത് കെയർ ഒക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗവൺമെന്റ് ഒരു കൂട്ടം ആളുകൾക്ക്, ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുമ്പോൾ എന്താവാം, ചിലപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്കാണോ, പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ്, എന്തായാലും ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ട് അവരുടെ ഹെൽത്ത് കെയർ കോസ്റ്റ് ഒക്കെ എന്താണ് മാനേജ് ചെയ്യുന്നതിനും എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യ പരിചരണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ബാക്കിയുള്ള ലാസ്റ്റ് പറയാം കേട്ടോ. ഷാജു അത് പിന്നെ ലാസ്റ്റ് പറയാം കേട്ടോ. അതായത് ശ്രദ്ധിക്കാം, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇറ്റ് ഈസ് എൻ ഇൻഷുറൻസ് പ്രോഗ്രാം ദാറ്റ് മീറ്റ്സ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 3 കണ്ടീഷൻസ്. അതായത് താഴെ 3 കണ്ടീഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് 3ഉം അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട, ഈ പറയുന്നതെല്ലാം തന്നെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളാണ്. മനസ്സിലായാലും ഈ പറയുന്ന 3 പോയിന്റുകൾ ഉണ്ടല്ലോ, അത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം. പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ദ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒന്നില്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ നിയമം മൂലം ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിന് എന്താണ് ആളുകള് നിർബന്ധമായിട്ടും പങ്കെടുത്തിരിക്കണം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നില്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം, ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിയമം മൂലം ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസില് എല്ലാ ആളുകളും എന്ത് ചെയ്തിരിക്കണം? പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ചുരുക്കി പറഞ്ഞ പോയിന്റ് എന്താണ്? മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ ആണ്, നിർബന്ധമായിട്ടും പങ്കെടുത്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്താ ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്ന് പറയുന്നുണ്ട് നിയമം മൂലം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയില് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നിയമം മൂലം അനുശാസിക്കുകയാണ്. എന്താണ് അനുശാസിക്കുന്നത്? നമ്മുടെ നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയില് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരും അംഗങ്ങളായിരിക്കണമെന്ന് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നിയമം മൂലം അനുശാസിക്കുകയാണെന്ന് ഇരിക്കട്ടെ. നിയമപരമായിട്ട് തന്നെ പറയുമ്പോൾ നമ്മളെല്ലാ പൗരന്മാരും അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. നമ്മൾ അതിൽ വിട്ടു നിൽക്കുമോ? ഇല്ല. കാര്യം നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ നിയമം മൂലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരും നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാവുകയും നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ വേതനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം ഗവൺമെന്റിലേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എടുക്കും അല്ലെ, അതിലേക്ക് കയറി പോകും അല്ലെ. അപ്പൊ അവിടെ നമുക്ക് നിയമം മൂലം അനുശാസിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് അതനുസരിച്ച് പറ്റും അല്ലെ. സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മളത് അനുസരിക്കണം. അതൊന്ന്. പിന്നെന്താണ്? കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വ്യവസ്ഥ പ്രകാരം. തൊഴിൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് കയറാന്ന് വിചാരിക്കാം. അപ്പൊ കമ്പനിക്കാര്, അതായത് നമ്മുടെ എംപ്ലോയർമാര്, നമ്മുടെ തൊഴിലുടമകള് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ജോബിന്റെ, നമ്മൾ ചെയ്യുന്ന ജോബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നുണ്ട് നിർബന്ധമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ അത് ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് നിർബന്ധമായിട്ടും വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമാവില്ലേ? നമ്മൾ അതിന്റെ ഭാഗമാവുകയും ചെയ്യും. നമുക്ക് ലഭിക്കുന്ന സാലറിയുടെ ഒരു നിശ്ചിത ഭാഗം ഇതിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കയറിപ്പോകും അല്ലെ. നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ എൻറോൾ ചെയ്യപ്പെടും അല്ലെ. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ?
അതെ അതെ, ESI ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അതന്നെ ESI ആണ് കേട്ടോ. ESI ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഈ അടുത്തത് പഠിക്കുന്നുണ്ട്. ESI ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇത് പൊതുവേ ഉള്ള പ്രത്യേകതകളാണ് പറയുന്നത്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതാണ് അവിടെ പോയിന്റ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് തൊഴിൽ വ്യവസ്ഥ പ്രകാരം, അതായത് തൊഴിലുടമകൾ പറയാണ് നിങ്ങൾക്ക് ജോബിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാവണം. അത് നിർബന്ധമാണെങ്കിൽ നമ്മൾ ചെയ്യില്ലേ, തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഭാഗമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ തൊഴിൽ വ്യവസ്ഥ പ്രകാരമോ നിയമപ്രകാരം ഈ പറയുന്ന മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ അവിടെ ആവശ്യമാണ്, അല്ലെ, നിർബന്ധമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസിന് നമുക്ക് എന്ത് പറയാം, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് പറയാം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്. ദ പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. അണ്ടർലൈൻ ചെയ്തു വെച്ചോ കേട്ടോ. എന്താണ് പറയുന്നത്? ദ പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ദ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. പ്രത്യേകമായിട്ട് ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കപ്പെടുകയും ഒരു ഗ്രൂപ്പിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മെഡിക്കൽ ബെനിഫിറ്റ് ഒക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്ത്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അല്ലാതെ ഒരു 2-3 ആളുകളെ, ഇപ്പൊ നമ്മള് ഇൻഷുറൻസ് പഠിക്കുമ്പോ ഇപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ ഇൻഷുറൻസ് പോളിസി എടുക്കാം. അങ്ങനെയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി, ചിലപ്പോൾ ഞാൻ പറയാം ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കൂട്ടം ആളുകൾക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലുള്ള പൗരന്മാർക്ക് വേണ്ടിയിട്ടായിരിക്കാം. ആർക്ക് വേണമെങ്കിലും ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കപ്പെടുകയും അവർക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിനുമായിട്ടും ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിക്കും വളരെ നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് സാധാരണക്കാരനും നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ളൊരു എന്താ പറയാ ഒരു ചാൻസ് ആണ് അതിലൂടെ. ഗവൺമെന്റ് ആവുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ. അല്ലാത്ത ആളുകൾ ഇപ്പൊ പ്രൈവറ്റ് ഒക്കെ പ്രീമിയം എന്താ പറയുക ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം പൈസയുള്ള ആളുകൾക്കൊക്കെ നല്ല നല്ല ഇൻഷുറൻസ് പോളിസി നോക്കിയൊക്കെ എടുക്കാം. അതേസമയം സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യും, അവർക്ക് വലിയ പൈസയൊക്കെ പ്രീമിയം കൊടുത്തിട്ട് നല്ല നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഗവൺമെന്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മെഡിക്കൽ കെയർ ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനൊരു സംവിധാനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. എൻ എംപ്ലോയർ മേക്സ് എ കോൺട്രിബ്യൂഷൻ ടു ദ പ്രോഗ്രാം ഓൺ ദ ബിഹാഫ് ഓഫ് എൻ എംപ്ലോയർ. ഇതാണ് എൻ എംപ്ലോയർ മേക്സ് എ കോൺട്രിബ്യൂഷൻ ടു ദ പ്രോഗ്രാം ഓൺ ബിഹാഫ് ഓഫ് എൻ എംപ്ലോയർ. അതായത് തൊഴിലുടമകളും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ, ഏത് പ്രോഗ്രാം, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് പറഞ്ഞപ്പോ ESI പറ്റിയിട്ട് പറഞ്ഞില്ല, അതല്ലേ സൗമ്യ, കറക്റ്റ് ആണ്. ESI പറഞ്ഞില്ലേ, PF പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ESI ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞില്ലേ, തൊഴിലുടമകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, തൊഴിലാളികളും കോൺട്രിബ്യൂട്ട്, രണ്ടുപേരും ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇത് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെയാണ് പോയിന്റുകൾ? ഒന്ന് മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ. മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഒന്നല്ലെങ്കിൽ നിയമം മൂലം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം ജോലിയുടെ ഭാഗമായിട്ടോ ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ ആളുകൾ അംഗങ്ങളായിരിക്കണം. മസ്റ്റ് ആയിട്ട് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കുകയും അവർക്ക് മെഡിക്കൽ ബെനിഫിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. മൂന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഇത്തരം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളില് തൊഴിലുടമകളും തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടു കൂട്ടരും ഒരുപോലെ കോൺട്രിബ്യൂട്ട്, ഒരുപോലെ എന്നല്ല, രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് മനസ്സിലായോ? അതിന് ഏറ്റവും നല്ല ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഇവിടെ ESI എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നുള്ളത്? ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അല്ലേ? ഗവൺമെന്റ് നമ്മുടെ ആളുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അങ്ങനെയുള്ള ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ പ്രത്യേകതകളും പ്രയോജനങ്ങളും എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ്.
അതാണ് പറയുന്നത് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് ലോ കോസ്റ്റ്. വളരെ കുറഞ്ഞ ചെലവിലാണ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഓഫർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ് കുറഞ്ഞ ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞ പ്രീമിയം തുകയ്ക്ക് വലിയ വലിയ പ്രീമിയം നടക്കേണ്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് വളരെ കുറഞ്ഞ തുക പ്രീമിയം അടച്ചുകൊണ്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ എടുക്കാനായിട്ട് സാധിക്കും. പറഞ്ഞ് മനസ്സിലായതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് ലോ കോസ്റ്റ്. അതായത് ഏത് സാധാരണക്കാർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിൽ ഒരു കുറഞ്ഞ പ്രീമിയം എടുത്തുകൊണ്ട് നമുക്ക് എന്തിന് പങ്കാളികളാവാം? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു രണ്ടൊരു പേജ് അല്ലേ. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? BPL families can also get of insurance benefits with this policy. അല്ലെ, BPL അല്ലെ, ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അത്രയും പാവപ്പെട്ട ആളുകൾക്കും ഈ ഒരു പോളിസി പ്രകാരം എന്ത് ലഭിക്കുന്നുണ്ട്? ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. അല്ലെ, വലിയ പൈസക്കാർക്ക് മാത്രമല്ല, ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോളിസിയുടെ ഒരു ഭാഗമാവാനായിട്ട് സാധിക്കും. RSBY ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ഇനി പറയാൻ പോകുന്നതൊക്കെ ഇതിന്റെ എക്സാമ്പിളുകളാണ്. ESI, RSBY ഒക്കെ ഇതിന് ഇതൊക്കെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ് കേട്ടോ. അടുത്തതാണ് ദ പോളിസി ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. അറിയാലോ, പാവപ്പെട്ട ആളുകൾക്കുമുള്ള ഒരു എന്താ പറയുക കവറേജ്, ഒരു പരിരക്ഷ അവിടെ ഈ ഒരു പോളിസി ഉറപ്പുവരുത്തുന്നുണ്ട്. അല്ലെ, പിന്നെ എന്താണ്? ദ പോളിസി കൺസിസ്റ്റ് ഓഫ് എ ട്രീറ്റ്മെന്റ് ഇൻ ബോത്ത് ദ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഫോർ ദ ബെറ്റർ ഹെൽത്ത് കെയർ. പിന്നെ ഈ ഒരു പോളിസി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഈ ഒരു പോളിസി പ്രകാരം നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഒരുപോലെ നമുക്ക് എന്ത് കിട്ടും? ഹെൽത്ത് കെയർ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ സ്കീം ആയതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ഒരു പോളിസി പ്രകാരം നമുക്ക് എന്ത് ലഭിക്കും? ഹെൽത്ത് കെയർ ലഭിക്കും. ഓക്കെ, ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കും കേട്ടോ. ഇപ്പൊ അതൊക്കെയാണ് പൊതുവെയുള്ള ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം വളരെ ലോ കോസ്റ്റിലാണ് ഓഫർ ചെയ്യുന്നത്. വെച്ചാൽ വളരെ കുറഞ്ഞ പ്രീമിയം തുകയിൽ തുക അടച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്കും ഈ ഒരു പോളിസിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾക്കുമുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ ഇത്തരം പോളിസി പ്രകാരം നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും എന്ത് ലഭിക്കും? ഇൻഷുറൻസ് മീൻസ് ഹെൽത്ത് ട്രീറ്റ്മെന്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അഥവാ ESI. ഓക്കെ, ESIനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ. ഇവിടെ പഠിച്ചു എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചു അല്ലെ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 1948 ഓർമ്മയുണ്ടോ? 1948 ESI ആക്ട് നിലവിൽ വന്നത്. ഇത്തരത്തിലുള്ള ഒരു എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലെ ESI ആക്ട്. പിന്നെ എന്താ അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി. എന്തൊക്കെയാ? 1948 നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? വ്യാവസായിക തൊഴിലാളികൾക്ക് അല്ലെ അസുഖം വരുമ്പോ, അല്ലെങ്കിൽ പ്രസവം, അല്ലെങ്കിൽ എന്താ പറയാ തൊഴിൽ സംബന്ധമായിട്ടുള്ള പരിക്കുകൾ, അതിനൊക്കെ ഉള്ളൊരു എന്താ പറയുക മുൻകരുതൽ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് വ്യാവസായിക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു എന്താ പറയുക ഇൻഷുറൻസ് പദ്ധതിയാണ് ESI എന്ന് പറയുന്നത് ഇല്ലേ. അതുപോലെ ESIയിലെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ 4% ആണ്. അതെ, അവിടെ സൗമ്യ ഒരു കാര്യമുണ്ട് കേട്ടോ. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 4% ഉള്ളത് ശരിക്കും അത് തെറ്റാണ്. തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ അല്ല, രണ്ടു കൂട്ടരും കൂടെ എംപ്ലോയറും എംപ്ലോയിയും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 4% ആണ്. അവിടെ ഞാൻ പറഞ്ഞു, ജസ്റ്റ് അവിടെ എന്തോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മെഡിക്കൽ ഇൻഷുറൻസിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. മൊത്തം 4% ആണ് നമ്മൾ ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിൽ 3.25% എംപ്ലോയറും ബാക്കിയുള്ള 0.75% ഉണ്ടല്ലോ, അതാണ് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ എഴുതി കഴിഞ്ഞാൽ എത്ര വരും? 4% ആണ് ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ചാപ്റ്ററിനകത്ത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 4 എന്ന് പറഞ്ഞത് തെറ്റാണ് ശരിക്കും കേട്ടോ. മൊത്തത്തിൽ ESI കോൺട്രിബ്യൂഷൻ 4%, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 3.25ഉം എംപ്ലോയി കോൺട്രിബ്യൂഷൻ 0.75. അതിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിവിടെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു എന്താ പറയാ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ.
അപ്പൊ നോക്കാം. ആദ്യത്തെ പോയിന്റ് നമുക്ക് ഒരു 5 പോയിന്റ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് നമുക്ക് വായിക്കാം. Established in 1948. അത് പിന്നെ നമ്മൾ പഠിച്ചതാണ് അവിടെ അല്ലെ. Established in 1948, the Employee State Insurance Scheme, ESIS കേട്ടോ. ESIS എന്ന് പറയുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നാണ് കേട്ടോ. ഇറ്റ് ഗീവ്സ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. അത് നമുക്കറിയാം അല്ലെ. ഇതെന്ന് പറയുമ്പോൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ മാത്രമല്ല മെഡിക്കൽ ആനുകൂല്യങ്ങളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ESIC, controls the scheme and is a corporate semi-government body led by the Union Minister of Labour as chairman and the Director General as the Chief Executive. Underline ചെയ്ത് വെക്കേണ്ട, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ESIC ആണ് കേട്ടോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, ആ ഒരു കോർപ്പറേഷൻ ആണ് ESI എന്ന് പറയുന്ന ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് സെമി ഗവൺമെന്റ് ബോഡിയാണ്, ഒരു അർദ്ധ ഗവൺമെന്റ് സ്ഥാപനമാണ് കേട്ടോ. ESIC എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു അർദ്ധ ഗവൺമെന്റ് സ്ഥാപനമാണ്. അത് വന്നിട്ട് ലെഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ചെയർമാൻ. അതായത് ESICയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണെന്ന് അറിയോ? കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് കേട്ടോ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്, കേന്ദ്ര തൊഴിൽ മന്ത്രി. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാല് നിങ്ങൾ പറയണം ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് കേട്ടോ. കേന്ദ്ര തൊഴിൽ മന്ത്രി ഉണ്ടല്ലോ, ഓക്കെ, അദ്ദേഹമാണ് ESICയുടെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല എന്റെ ഡയറക്ടർ ജനറൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. അതായത് ഈ ഒരു കോർപ്പറേഷൻ ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? അത് നമ്മുടെ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ. ഇത് രണ്ടും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഈ ഒരു പാരഗ്രാഫിനകത്ത് തന്നെ നമ്മൾ 4 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? 1948 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, പിന്നെ രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് വന്നിട്ട് ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ് അല്ലെ, ഒരു അർദ്ധ ഗവൺമെന്റ് സ്ഥാപനമാണ്. ആരാണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? ESICയുടെ ചെയർമാൻ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ അല്ലെ, കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് അതിന്റെ ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ് പ്രവർത്തിക്കുന്നത്? അത് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് അല്ലെ. നമ്മുടെ ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത്രയും പോയിന്റുകൾ മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ ആണോ? അവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ESICയുടെ ചെയർമാൻ ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ. ഇനി ചിലപ്പോൾ ചോദിക്കുക ESICയുടെ എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ആരാണെന്നാണ് ചോദിക്കുക. അദ്ദേഹം ആരാണ്? അത് ഡയറക്ടർ ജനറൽ ആണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ് നമുക്ക് നിർത്താം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. To make the use of sickness benefit, the employee has to have worked for 78 days before the sickness. Underline ചെയ്ത് വെക്കുക കേട്ടോ. 78 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് ഈ ഒരു ESI ബെനിഫിറ്റ്, ESI നമുക്കറിയാലോ മെഡിക്കൽ ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോ ടു മേക്ക് ദ യൂസ് ഓഫ് സിക്നെസ് ബെനിഫിറ്റ്, നമുക്ക് ഈ അസുഖം മൂലമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന എംപ്ലോയി എത്ര ദിവസം വർക്ക് ചെയ്തിരിക്കണം? വർക്ക്ഡ് ഫോർ 78 days ബിഫോർ സിക്നെസ്. അതായത് അസുഖബാധിതനാവുന്നതിന് മുമ്പ്, അസുഖബാധ വരുന്നതിന് മുമ്പ് 78 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം കേട്ടോ. അതായത് അസുഖാനുകൂല്യം, രോഗാനുകൂല്യം അവർക്ക് ESI പ്രകാരം കിട്ടണമെങ്കിൽ ആ ഒരു ജീവനക്കാരൻ അസുഖം വരുന്നതിന് മുൻപായിട്ട് ഒരു 78 ദിവസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് അവരവരെ വർക്ക് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ESI മെഡിക്കൽ ആനുകൂല്യം പ്രൊവൈഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ആ 78 days എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ എന്ത് ലഭിക്കാനാണ്? എന്താണ് സിക്നെസ് ബെനിഫിറ്റ് കിട്ടാനായിട്ട്. സിമിലർലി ടു മേക്ക് യൂസ് ഓഫ് എ മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് the woman have to worked for 70 days before availing the benefit. അപ്പോ നോക്കൂ 70 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്രസവാനുകൂല്യം ലഭിക്കണമെങ്കിൽ പ്രസവാവധിക്ക് മുമ്പായിട്ട് അവര് 70 ദിവസമെങ്കിലും, അതിന് മുമ്പായിട്ട് 70 ദിവസമെങ്കിലും ആ സ്ത്രീ അവിടെ വർക്ക് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? പറഞ്ഞത് അത് രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. എന്താ നമ്മൾ പറഞ്ഞത്? സിക്നെസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര ദിവസം മുമ്പ് വരെ വർക്ക് ചെയ്യണം? 78 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു വുമൺ എത്ര ദിവസമെങ്കിലും വർക്ക് ചെയ്തിരിക്കണം? 70 days വർക്ക് ചെയ്തിരിക്കണം. അതായത് പ്രസവാവധി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 70 ദിവസമെങ്കിലും അവര് അതിന് മുമ്പായിട്ട് വർക്ക് ചെയ്തിരിക്കണം.
ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും മതി. നമുക്ക് അടുത്തൊരു 3 പോയിന്റ് കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, ഷാൻജു ചോദിച്ചത് എന്താണ്? IRDAയുടെ ലാസ്റ്റ് പോയിന്റ് ആണ് ചോദിച്ചത്. സെൽഫ് ഹാം ആണ്. അതായത് IRDA എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയാണ് കേട്ടോ IRDA. ഫുൾ ഫോം പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ IRDA പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാത്ത ചില സിറ്റുവേഷൻസ് നിങ്ങൾ പഠിച്ചിരുന്നു. അതിനകത്ത് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് സെൽഫ് ഹാം ആണ്. സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മള് സ്വയം മുറിവ് പറ്റുക. ഇപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ പോയി കുറച്ച് വിഷം കഴിച്ചാൽ എന്താ മരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ആ ആനുകൂല്യം ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്ത് കിട്ടുമോ? ഇല്ല. അതാണ് ഉദ്ദേശിക്കുന്നത് സെൽഫ് ഹാം കേട്ടോ. അതായത് നമ്മൾ സ്വയം നമ്മൾ മുറിവുപ്പെടുത്തുകയോ, ചിലരങ്ങനെ ചെയ്ത് ഇൻഷുറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തീരെ ഗതികെട്ട അവസ്ഥയിൽ അങ്ങനെ ഫാമിലിയിൽ വല്ല ഇൻഷുറൻസ് എങ്കിലും കിട്ടട്ടെ എന്നൊക്കെ കരുതിയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ? അങ്ങനെയുള്ള കേസിൽ എന്ത് കൊടുക്കില്ല? ഇൻഷുറൻസ് കൊടുക്കില്ല. അത് പ്രത്യേകം അതില് പറഞ്ഞിട്ടുണ്ട്. അതാണ് സെൽഫ് ഹാം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ആൾസോ ഡസ് നോട്ട് കവർ എനി ഇഞ്ചുറീസ് ഓർ മെഡിക്കൽ ഇഷ്യൂസ് റൈസിംഗ് ഫ്രം എ പേഴ്സൺ ദാറ്റ് കോസസ് ദംസെൽഫ് ഹാം. അവര് സ്വയം തന്നെ മുറിവുപ്പെടുത്തോ അല്ലെങ്കിൽ അപകടപ്പെടുത്തോ അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കോ ആ രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. ഓക്കെ, അതിന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപകടം മൂലമൊക്കെ ആണെങ്കിൽ കിട്ടും. അല്ലാതെ നമ്മളായിട്ട് സ്വയം വരുത്തി വെക്കുന്ന അപകടങ്ങൾക്ക് എന്ത് കിട്ടില്ല? നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. അതെ അതെ പഞ്ചാബി ഹൗസ്. അതെ അതെ, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അത് ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്യാണ്. ഹ്യൂമൻ റിസോഴ്സ് ചാപ്റ്റർ ഇമ്പോർട്ടന്റ് കൂടി ഒന്ന് പറഞ്ഞു തരുമോ? സഫീറ, അത് എന്റെ ചാപ്റ്റർ അല്ല. എന്റെ ചാപ്റ്റർ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. അത് വേറെ ഒന്നുമല്ല. അത് എടുക്കുന്ന ടീച്ചേഴ്സിനോട് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അവരവരെടുക്കുന്ന ചാപ്റ്റേഴ്സിന്റെ മാത്രമേ പറയാനായിട്ട് അനുവാദമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.